ശരിക്കും ഫണ്ട് തിരിമറി എന്ന് പറയണമെങ്കിൽ അതിനകത്ത് നിന്ന് നമ്മൾ അതിനകത്തൊരു ഒരു എന്താ പറയേണ്ട ഒരു തെറ്റ് കണ്ടുപിടിക്കണം, തെറ്റാണെന്ന് ബോധ്യപ്പെടുകയും വേണം. പക്ഷേ ഇപ്പോഴും അവർക്ക് സമയം കൊടുത്തിരിക്കുകയാണ് ഇത് ആ കണക്കുകൾ ബോധിപ്പിക്കാനായിട്ടുള്ള. അപ്പോൾ കണക്കുകൾ ബോധിപ്പിക്കുമ്പോൾ നമുക്കതിനകത്ത് കൃത്യമായിട്ട് അവരുടെ നേരെ ആരോപണം ഉന്നയിക്കാൻ ഒക്കില്ല. പക്ഷേ ശരിക്കും ഇതുവരെ ഇത്രയും വർഷം നമ്മുടെ തുടർന്ന് വന്നത് നമ്മുടെ ജനറൽ ബോഡി വരുന്നതിന് ഏതാണ്ട് 1-2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ നമ്മുടെയൊക്കെ വീട്ടിലെ തപാലിൽ ഈ ആ ഒരു വർഷത്തെ വരവ് ചെലവ് കണക്കുകളുടെ ഒരു ബുക്ക് ഉണ്ടാവും. അതിനകത്ത് ചാർട്ടേഡ് അക്കൗണ്ട് ഉൾപ്പെടെ ഇവർ ഇരുന്നു കൊണ്ട് ആ പോയ വർഷം വന്ന വരവ് എത്ര, ചിലവ് എത്ര, എവിടെയൊക്കെ ചിലവായി, എന്തിനൊക്കെ ചിലവായി, എന്തൊക്കെ വരവാണ് വന്നതെന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടാകും. ഈ വർഷം അൺഫോർച്ചുനേറ്റ്ലി അതുണ്ടായില്ല. അപ്പം ഈ എല്ലാ വർഷവും വരുന്നവരാണ് ഇവരും എല്ലാം തന്നെ. ഇവർക്കറിയില്ല ജനറൽ ബോഡി വരുമ്പോഴത്തേക്ക് ഈ കണക്കുകൾ കൊടുക്കണമെന്ന് അറിയാം. ശരി, ലാൽ സാർ എന്താണ് പറഞ്ഞത്? വരാൻ പറ്റില്ല, അവർക്ക് സമയം കൊടുക്കും. അവർക്ക് ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യം വന്നതുകൊണ്ടുള്ള ഇതായിരിക്കാം. 45 ഡേയ്സ് കൊടുക്കൂ. ഇതിപ്പോൾ 45 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു വർഷ കാലയളവൊന്നും അല്ലല്ലോ. 45 ഡേയ്സ് കൊടുക്കുമോ? ശരി, കൊടുത്തിട്ട് അവർ ബോധ്യപ്പെടുത്തട്ടെ. ആ ബോധ്യപ്പെടുത്തേണ്ട സമയമാണ്. എല്ലാവർക്കും ഇമെയിൽ അയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഇതുപോലെ തന്നെ വീട്ടിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യമാണ്. പക്ഷേ അതിനകത്ത് കൃത്യമായ കണക്കുകളുണ്ടാവണം. വരവ് ചെലവ് കണക്കുകൾ വളരെ തുല്യത പാലിച്ചുകൊണ്ട് എവിടെ ചിലവായി, എത്ര രൂപ ചിലവായി, എങ്ങനെ ചിലവായി എന്നുള്ളതിനെ പറ്റി കൃത്യത ഉണ്ടാവണം. അത്രയേ ഉള്ളൂ. അത് പ്രാർത്ഥനയാണ്. കാരണം ഇപ്പോൾ ഞാൻ പറയാം, എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് തോന്നിയ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചലച്ചിത്ര ഫെസ്റ്റിവൽ മേള നടന്നില്ല കഴിഞ്ഞ ട്രിവാൻഡ്രത്ത്. അമ്മയെപ്പോലെ ഒരു സംഘടന, ഓക്കെ, ആ സംഘടന എന്തിന് ഈ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നൊക്കെ വരുന്ന ചലച്ചിത്ര പ്രവർത്തകർക്ക് ഒരു ഇത് നടത്തണം, അത്താഴ വിരുന്ന് നടത്തണം? അതിനൊരു ആവശ്യവുമില്ല. അതിൻ്റെ പേരിൽ ഏതാണ്ട് ഒരു 5 ലക്ഷം രൂപയോളം പോയിട്ടുണ്ട്. ഇത് അമ്മയിൽ അവശത അനുഭവിക്കുന്ന ഒരുപാട് പേര് ആശുപത്രിയിലൊക്കെ കിടക്കുന്ന സമയത്തും കൂടിയാണെന്ന് അറിയുമ്പോൾ എന്തുകൊണ്ട് അവരെയൊക്കെ വിസ്മരിച്ചുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്തു എന്നുള്ളതിനെ പറ്റി അവർ ഉത്തരം തന്നു തന്നെ ആവണം. അതുപോലെ തന്നെയാണ് ഈ ജാനുവരി പോയ താരസംഗമത്തിൽ 90 ലക്ഷം രൂപയ്ക്ക് നമുക്ക് സ്പോൺസർഷിപ്പ് വന്നതിനകത്ത് 45 ലക്ഷം രൂപ വന്നിട്ടുള്ളൂ. ബാക്കി 45 ലക്ഷം രൂപ വന്നു, അല്ലെങ്കിൽ ചെക്ക് ഡിപ്പോസിറ്റ് ചെയ്തു എന്നൊക്കെ ശ്വേത പറയുന്നുണ്ട്. അക്കൗണ്ടിലോട്ട് കയറിയിട്ടുണ്ടോ ഇല്ലെന്നുള്ളതിനെ പറ്റിയുള്ളൊരു ക്ലാരിറ്റി വേണം. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ഒരു ക്ലാരിറ്റി വരികയും ഈ കണക്ക് ബോധിപ്പിക്കുന്നതിനകത്ത് അതിനകത്തൊക്കെ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഏതോ ഒരു ഹൈ റേഞ്ചിൽ ഉരുൾപൊട്ടൽ എന്തോ സംഭവം ഉണ്ടായെടുത്ത് പോയതിൻ്റെയൊക്കെ ചിലവ് കാര്യങ്ങളൊക്കെ, അതിനെന്താണ് ചിലവാക്കിയത്, അവിടെ എന്താണ് ചെയ്തത്, ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ക്ലാരിറ്റി വന്ന് ഇവരിൽ ഒരു തെറ്റുമില്ല, ഇവരെല്ലാം കറക്റ്റാണ്, ഇവർ പറയാൻ സമയം എടുത്തുപോയി, അല്ലെങ്കിൽ മനുഷ്യരാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.